നിരന്തരം മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, എൻ്റെ ആഗ്രഹം പോലെ ഞാൻ കൊതിക്കുന്ന ആ ഒരു ജീവിതം വാർത്തെടുക്കാനായിട്ട് ഞാൻ റെഡിയാണ്. ഇത് തന്നെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ? നമ്മുടെ പ്രശ്നങ്ങളെ നമ്മളൊരു അവസരമാക്കി മാറ്റണം. ഇതിന്റെ ചാൻസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് അവിടെ സ്മൂത്ത് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഹലോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയോ, നിങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചറിവ് ഉണ്ടാക്കാനുള്ള ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഇപ്പൊ തുടങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നല്ല നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ട്. എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് അത് നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ഏറ്റവും വലിയ അസറ്റ് അല്ലേ? ആലോചിച്ച് നോക്കിയേ. യു ആർ നോട്ട് സ്റ്റാർട്ടിങ് ഫ്രം സീറോയിൽ നിന്നാണോ നിങ്ങൾ തുടങ്ങുന്നത്? അല്ല, നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിലെ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ പഠിച്ച പാഠങ്ങളുണ്ട് അല്ലെ? അതിൽ നിന്നുമൊക്കെ ഉൾക്കൊണ്ട റെസിലിയൻസ് ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടാക്കിക്കൂടാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കിടന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത്, നിങ്ങൾ കഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ കാണുന്ന പോലും ഉണ്ടാവില്ല, അറിയുന്ന പോലും ഉണ്ടാവില്ല. പക്ഷെ നെവർ മൈൻഡ്, അവിടെ അതല്ല നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത്. അവിടെയാണ് നിങ്ങളുടെ പവർ എന്ന് പറയുന്നത്. നിങ്ങളുടെ എഫേർട്ട് ആരും കാണാതിരിക്കുമ്പോഴും നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങളുടെ മൈൻഡ് പറയും തോറും നിങ്ങൾ അതിനെയെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ എടുക്കുന്ന ആ ഓരോ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അവിടെയാണ് ശരിക്കും ആ ഒരു സക്സസിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന നിമിഷത്തിൽ പോലും, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പോലും, ആരും നിങ്ങളുടെ എഫേർട്ട് അറിയുന്നില്ല എന്ന് നമുക്ക് തോന്നുമ്പോഴും നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ പവർ എന്ന് പറയുന്നത്. നിങ്ങളോട് പലപ്പോഴും മനസ്സ് പറയാറില്ലേ, നമുക്ക് കിറ്റ് ചെയ്യാം, മതിയാക്കാം, നിർത്തിക്കളയാം എന്നൊക്കെ. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നില്ലേ, ഇല്ല, മതിയാക്കാൻ സമയമായിട്ടില്ല, എനിക്ക് ഇനിയും ട്രൈ ചെയ്യണം, ഐ വിൽ ട്രൈ അഗെയിൻ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ഉൾവിളി കേൾക്കുന്നില്ലേ? അവിടെയാണ് ഗ്രോത്ത് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നത്. സോ എപ്പോഴും ഓർക്കുക, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് ഗിവ് അപ്പ് ചെയ്ത് കളയരുത്. കുറച്ച് സമയം കൊടുക്കുക, പ്രോസസ്സിങ്ങിന് കുറച്ച് സമയം കൊടുക്കുക. തോൽവി സമ്മതിക്കാൻ വരട്ടെ, സമയമായിട്ടില്ല, കീപ്പ് ഓൺ ട്രൈയിങ്. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഇപ്പോഴെടുക്കുന്ന ഓരോ സ്റ്റെപ്പും ഓരോ ആക്ഷനും ചെറുതായിക്കൊള്ളട്ടെ, അതൊരു ഫൗണ്ടേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? വലിയ സക്സസിലേക്ക് എത്താനുള്ള ഒരു ഫൗണ്ടേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിരന്തരം മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക, എൻ്റെ ആഗ്രഹം പോലെ ഞാൻ കൊതിക്കുന്ന ആ ഒരു ജീവിതം വാർത്തെടുക്കാനായിട്ട് ഞാൻ റെഡിയാണ്. ഇത് തന്നെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആത്മവിശ്വാസം കൈവിടരുത് ഒരിക്കലും. എന്ത് വന്നാലും ആത്മവിശ്വാസം കൈവിടരുത്. ഈ 2026 എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ്, മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.